കമ്മീഷണർ ദേങ്കരി ഇത്രയ്ക്കങ്ങ് കടിപ്പിച്ച നിലയ്ക്ക് ആ ഉദയഭാനുവിനെ ഊരി കൊടുക്കണോ സാർ? രജിസ്റ്റർ ചെയ്ത കേസ് കീറി ചവറ്റുകൂട്ടെ കളയണമെന്ന് അല്ലേ സാർ? അത് മിസ്റ്റർ ഷിഹാബുദ്ദീൻ, നിങ്ങൾ എന്നേക്കാൾ സീനിയറാണ്, പ്രായത്തിലും എക്സ്പീരിയൻസിലും. കറപ്ഷനുമില്ല. ബട്ട് ഐ മസ്റ്റ് ടെൽ യു, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഫോഴ്സിന്റെ ബാധ്യത. സുപ്പീരിയർ ഓഫീസേഴ്സ് എന്ത് നിയമലംഘനം നടത്താൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കുക. റിട്ടയർമെന്റിന് 3 വർഷം മാത്രം ബാക്കിയുള്ള നിങ്ങളോടത് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ നാറി അടിമപ്പണി ചെയ്യാൻ എന്നെ കിട്ടില്ല. ഇദ്ദേഹം ക്ഷമിക്കണം. ഇത്രയും കാലത്തെ സർവീസിലെ അനുഭവം വെച്ച് പറഞ്ഞു പോയതാ. അനുഭവത്തിന് സർവീസ് വേണമെന്നില്ല. എന്റെ അച്ഛനെ പറ്റി അറിയാലോ അല്ലേ? അത് കള. അലക്സ് സർ, ഉദയഭാനുവിനെ കസ്റ്റഡിയിൽ നിന്നും വിട്ടുകിട്ടാൻ വെളുക്കും വരെ സ്റ്റേഷന് മുന്നിൽ പ്രീമിയം കാറുകളുടെ പ്രവാഹമായിരുന്നു. There were also some phone calls from the very influential and the affluent. എന്താടോ അതിന്റെ പിന്നിലെ ഒരു റാഷണൽ? ഉദയഭാനുവിന്റെ ചീഫ് പാറമട സുഭാഷാണ് സർ. പാറമട സുഭാഷ് ഒറ്റയ്ക്കല്ലല്ലോ അവന്റെ ഓപ്പറേഷൻസ്. അവനൊരു പാർട്ട്ണറല്ലേ? എ പാർട്ട്ണർ ഇൻ ക്രൈം. ജയപ്രതാപ്, എ ഹൈ പ്രൊഫൈൽ മെട്രോ തഗ്. ഇവന്മാര് രണ്ടുപേരും ഉദയഭാനുവിനെ പുറത്തിറക്കാൻ ഉറക്കമൊഴിഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ഇല്ലീഗൽ ബിസിനസ്സുകളുടെ കിങ് പിന്നാണ് ഉദയഭാനു. പക്ഷെ അന്ന് രാത്രി അവരോടൊപ്പം ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാവലിരുന്നത് കേരളത്തിലെ ഏറ്റവും ധനികനായ ചെറുപ്പക്കാരനാണ്, സൈമൺ പാലത്തിങ്കൽ. This trio of Jay Pradap, Paramada Subhash and Simon Palatingal is really puzzling and highly interesting. So we are going to go after them. Start working on their connection. Sir. Sir. Why civil service? That's the question. Answer me. Come on. Respond. To serve the people, I mean society. Then go and run a charity organization. അല്ലെങ്കിൽ പോയൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. Why you sit and rot here? സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയാം. ദി കോൾ ഓഫ് പവർ. അധികാരത്തിന്റെ വശ്യമോഹനമായ ക്ഷണം. നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ വേണം നിങ്ങൾ സിവിൽ സർവീസിനെ സമീപിക്കാൻ. That's why this hard talk. ADGP ഇന്റലിജൻസ് ആയിരിക്കെ സ്വന്തം നിലപാടുകളെയും ശരികളെയും മറക്കുന്ന നാണം കെട്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതനായപ്പോൾ 2 വരി രാജിക്കത്ത് എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോരേണ്ടി വന്ന എനിക്ക് ബാലഗോപാലൻ IPSന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നട്ടലിന്റെ ഡൈനാമിക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഏറെക്കാലം പോലീസിലിരുന്ന് മിടുക്കന്മാരായ ഓഫീസേഴ്സിനെ കണ്ട് ശീലിച്ച ഈ കണ്ണുകൾക്ക് ഒരു സിദ്ധിയുണ്ട്. ഐ ആം എ ഗിഫ്റ്റഡ് ജഡ്ജ് ഓഫ് ടാലൻസ്. ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും എനിക്കറിയാം നിങ്ങളിൽ എത്ര പേർ നല്ല നട്ടലുള്ള സിവിൽ സർവൻസ് ആകുമെന്ന്. ആൻഡ് ഐ നെവർ ഗോ റോങ്. യു സീ, ഹിയർ ഇസ് ആൻ എക്സാമ്പിൾ. നിരഞ്ജൻ, ദി ഡയറിംഗ് ഫോർത്രൈറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. ഇവിടെതാ ഈ കസേരയിലാണ് നിരഞ്ജൻ ഇരുന്നിരുന്നത്. ട്രെയിനിങ് തുടങ്ങി 3-ാം ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, ഹീ ഈസ് സോളിഡ് മെറ്റൽ. ഇനി ഇവിടെ ഇയാൾ നിങ്ങളോട് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്താൽ അത് ചട്ടലംഘനമാവും. ഡെപ്യൂട്ടി കമ്മീഷണർ സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്തു എന്നതാവും പിന്നെ വാർത്ത. ബട്ട് യു ക്യാൻ വിഷ് ദം ലക്ക്, നിരഞ്ജൻ. Why not? എനിക്കൊന്നേ പറയാനുള്ളൂ. There is no substitute for hard work. ഒപ്പം സ്വയം വിശ്വസിക്കുക, സ്വന്തം വിശ്വാസങ്ങളെ കൈവിടാതിരിക്കുക. And trust him. He will take you along the right path. ഇത് ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യവാചകമല്ല, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടർ അൻസാരി വരും. ഹാവ് ഫൺ. നമുക്ക് നാളെ കാണാം. കോഫി ആൻഡ് സാൻഡ്വിച്ച് അല്ലടോ? യാ. ഞാൻ ആലോചിക്കുകയായിരുന്നു തൻ്റെ അച്ഛനിൽ നിന്നും താൻ എന്ത് ഡിഫറൻ്റ് ആണെന്ന്. അയാളൊരു പഞ്ചപാവമായിരുന്നു. മേലുദ്യോഗസ്ഥന്മാർ എന്ത് പറഞ്ഞാലും അത് വേദവാക്യം. പ്രതികളോട് പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല.
തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റിഗ്രറ്റേ എനിക്കുള്ളൂ. തൻ്റെ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. അറിയാം സർ, യു ടോൾഡ് മീ ദിസ് മെനി ടൈംസ്. അച്ഛനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയ്യാകെ വരാറുണ്ട്. പിന്നെ ഒറ്റയ്ക്കുള്ള താമസം. ഐ എം വറീഡ്. ഇവിടെ വന്ന് എന്നോടൊപ്പം നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഹവാലാക്കാരെ സഹായിച്ചതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചയക്കപ്പെട്ട ആൾ കൂടെ താമസിച്ചാൽ അതെനിക്ക് അപമാനമാകുമോ എന്ന ഭയം. സദാശിവനോട് ഞാൻ സംസാരിക്കണോ? വേണ്ട സർ, കാര്യമില്ല. പക്ഷേ തന്നോടൊന്ന് സംസാരിക്കാൻ അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ഹി ബിലീവ്സ് ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കുമെന്ന്. ഹി വാണ്ട്സ് യു ടു ഗെറ്റ് മാരീഡ്. എന്താടോ, ചെയ്തൂടെ? തിരിഞ്ഞു നോക്കിയാൽ ആർക്കാടും ഒരു നഷ്ടപ്രണയം ഇല്ലാത്തത്, അതും കോളേജ് ഡേയ്സിൽ. തൻ്റെ അച്ഛന് വല്ലാത്ത കുറ്റബോധമുണ്ട്. അയാൾ കേസിൽപ്പെട്ട് സർവീസിൽ നിന്ന് പുറത്തായപ്പോഴാണല്ലോ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവളെ താനുമായുള്ള ബന്ധത്തിൽ നിന്ന് വിലക്കിയത്. സർ, ലെറ്റ്സ് discuss something else. Okay. Now to your favorite topic, investigation. സൈമൺ പാലത്തിങ്കലും മണൽ മാഫിയയും. സ്ട്രേഞ്ച് അല്ലടോ? സാറിനറിയാലോ, ഈ സിറ്റിയിലും സറൗണ്ടിങ്ങിലുമുള്ള മുഴുവൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ഈ പാറമട സുഭാഷും ജയപ്രതാപും ചേർന്നാണ്. മണലുവാരൽ, ക്വാറി, ഹവാല, കൊട്ടേഷൻ, എന്തന്വേഷിച്ചെന്നാലും ഒടുവിൽ എത്തിച്ചേരുക ഈ 2 പേരുകളിലായിരിക്കും. പക്ഷേ ഈ സൈമൺ പാലത്തെങ്കിലും ഇവർ 2 പേരും തമ്മിലുള്ള കൂട്ടുകെട്ട്, നൗ ദാറ്റ്സ് എ റീസെന്റ് ഡെവലപ്മെന്റ്. ഈ സൈമൺ പാലത്തിങ്കലിനെ പറ്റി താൻ കൂടുതൽ അന്വേഷിച്ചോ? യാ, അതിസമ്പന്നനായ 1-ാം തരം പിഴ, ഡോപ്പ് അഡിക്റ്റ്, കൊക്കൈൻ, ഹാഷിഷ്, ഹെറോയിൻ, പിന്നെ ബൂസ് ആൻഡ് ഗേൾസ്. ഇറ്റ്സ് എ ക്ലീഷേഡ് സ്റ്റോറി. 7,500 കോടി രൂപ ആസ്തിയുള്ള പാലത്തിങ്കൽ ഗ്രൂപ്പ് ബിസിനസിന്റെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരാതെ മുംബൈയിലും ഡൽഹിയിലുമായി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഈ പ്രോഡിഗൽ സണ്ണിനെ. സൈമൺ കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നത് 8 മാസങ്ങൾക്ക് മുമ്പ്. പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷന്റെ ചുമതലയേറ്റ് ഭൂമി ഇടപാടുകൾ നടത്തി തുടങ്ങിയതോടെയാണ് ജയപ്രതാപും സുഭാഷുമായി ചെങ്ങാത്തത്തിലാവുന്നത്. ഓൾ സെഡ് ആൻഡ് ഡൺ, സൈമൺ പാലത്തിങ്കൽ ഇസ് എ ബ്രില്യന്റ് ബിസിനസ്മാൻ. പക്ഷെ അയാളുടെ സുഭാഷും ജയപ്രതാപും അടങ്ങുന്ന കാർട്ടൽ, അത് നമുക്ക് തലവേദനയാകും. So what's the plan of action? ഞാൻ എന്തായാലും സൈമണെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു സർ. എവിടെയെങ്കിലും കൊളുത്തൊന്ന് വീണ് കിട്ടിയാൽ മതി, പിടിച്ചു കയറാം, പൊളിച്ചടക്കാം. ചുരുക്കത്തിൽ താനും കമ്മീഷണറും തമ്മിലുള്ള ഈ ഡ്യുവൽ ഒരു റുട്ടീൻ അഫെയർ ആവും അല്ലേ? അതിപ്പോ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ തനിക്ക് ഞാനൊരു ഇൻഫർമേഷൻ തരട്ടെ. സർവീസ് വിട്ടത് പിന്നെ ഞാനും ഒരു ബിസിനസ്സുകാരനായില്ലടോ. അസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പിന്നെ ഞാനിവിടെ സ്പോർട്സ് കൗൺസിലിലും ക്രിക്കറ്റ് അസോസിയേഷനിലും ഒക്കെ അത്യാവശ്യം സജീവമാണ്. ഐ ഹാവ് മൈ ഓൺ സോഴ്സസ് ആൻഡ് ഐ ടെൽ യു, 2 ദിവസത്തിനകം സൈമൺ പാലത്തിങ്കൽ കേരളത്തെ മുഴുവൻ ഞെട്ടിക്കാൻ പോകുന്നു വിത്ത് സംതിങ് സെൻസേഷണൽ. എന്താ സർ കാര്യം? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഞങ്ങളുടെ പുതിയൊരു വെഞ്ചറിനെ കുറിച്ച് പറയാനാണ് ഈ പ്രസ് മീറ്റ്. പാലത്തിങ്കൽ ഗ്രൂപ്പിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വി ആർ ഇൻ ടു ഫിനാൻസ്, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽസ്, റിസോർട്ട്സ്, സോഫ്റ്റ്വെയർ എക്സെട്ര. ഞങ്ങളുടെ പുതിയ കമ്പനി ഐ ഹാപ്പൻ ടു ബി ഇറ്റ്സ് MD, ന്യൂ ഹൊറൈസൺസ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സിലാണ്. നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ കേരളത്തിൻ്റെ ഒരു ടീം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്ത മാസത്തോടെ അത് മെറ്റീരിയലൈസ് ചെയ്യും. ഇതേ ലക്ഷ്യവുമായി വേറെയും കുറെ ബിഗ് പ്ലേയേഴ്സ് രംഗത്തുണ്ടല്ലോ. നാച്ചുറലി, see, this is a world of competition. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളവർ സർവൈവ് ചെയ്യും. ആൻഡ് we are gonna be the fittest. ഒരു കേന്ദ്രമന്ത്രിയും ഇതേ ഉദ്ദേശത്തോടു കൂടെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. Let him. But കരാർ കിട്ടാൻ പോകുന്ന ഞങ്ങൾക്കായിരിക്കും. I tell you, കേരളത്തിന് ഒരു ടീം ഉണ്ടാവുന്നതോടെ ഇവിടെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരും, വികസനം വരും. താങ്കൾ അച്ഛനും സഹോദരനുമായി അത്ര നല്ല ബന്ധത്തിലല്ലല്ലോ. സോ ഈ സംരംഭവുമായി അവർ സഹകരിക്കുമോ? That's none of your business. That's all. നിൽക്കൂ, ഇനിയും ചോദ്യങ്ങളുണ്ട്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. I have a question.